ഹലോ ആൻഡ് വെൽക്കം ടു ജേർണി വിത്ത് ഷരീഷ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഏത്തക്ക കാരറ്റ് തോരനാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അതിനായി ആദ്യം ഒരു നോൺ സ്റ്റിക്ക് പാത്രം ചൂടാക്കാൻ വയ്ക്കുക. ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇടുക. അതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിടുക. എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പില ഇടുക. എന്നിട്ട് ചെറിയ തീയിൽ വഴറ്റുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവോള ഇടുക. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. സവോളയുടെ നിറം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇടുക. എന്നിട്ട് അതൊന്നുകൂടെ വഴറ്റിയെടുക്കുക. ഈ സമയം നമുക്ക് ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാവുന്നതാണ്. 3 മുളകിൻ്റെ എരി കൂടുതലാണെങ്കിൽ മുളകിൻ്റെ എണ്ണം കുറയ്ക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കാം. ഇതിലേക്ക് തോല് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി അരിഞ്ഞു വെച്ചിട്ടുള്ള ഏത്തക്കായും ക്യാരറ്റും ഓരോന്ന് വീതം, വലിയ സൈസ് ഏത്തക്കായും വലിയ ക്യാരറ്റുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അതിന് ചേർക്കാം. എന്നിട്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വെറുതെ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതിയാവും. 5 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് വീണ്ടും ഇളക്കി വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി മൂടി വയ്ക്കാം. ഞാനിവിടെ നാടൻ ഏത്തക്ക ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ശ്രീലങ്കൻ ഏഷ്യൻ ഷോപ്പുകളിലൊക്കെ നാടൻ ഏത്തക്ക അവൈലബിൾ ആണ്. എല്ലാം കൂടെ 10 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കായൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രഷായിട്ട് ചിരകിയ തേങ്ങയോ ഫ്രോസൺ ചിരകിയ തേങ്ങയോ ഇതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എപ്പോഴും അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചത്. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ ഇളക്കി മൂടി വെച്ച് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഒട്ടും അടുക്കി പിടിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതിനെ സെർവ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലാതെ ഒരു സ്നാക്കായിട്ടോ എങ്ങനെ വേണേലും കഴിക്കാവുന്നതാണ്. വീഗൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും ഇത് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്.